ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മുളക് കറിയാണ്. അത് കുക്കർ മത്തിക്കറിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, നിർബന്ധമായിട്ടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മത്തിക്കറിക്ക്. നമ്മൾ കുക്കറിലൊക്കെ വെക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും കലത്തിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന്. ഇതങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾക്ക് ചോറ് കഴിക്കാനും അതേപോലെ എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാനും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഒരുപാട് എരിവൊന്നുമില്ല, എന്നിരുന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളി ചാള കിട്ടിയിട്ടുണ്ട്. നല്ല സലാല ചാള എന്നൊക്കെ പറയുന്ന ഒരു ചാളയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തണുപ്പ് സീസണൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാള വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ ചാളായതുകൊണ്ട് എരും പുളിയൊക്കെ നന്നായിട്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ ഈ ഒരു തക്കാളി നമ്മൾക്കൊരു ബൗളിലിട്ടിട്ട് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഒരു തോലി നമ്മൾക്ക് ഒലിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യം ഇതിലേക്കില്ല. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് മസാലകളാണ്. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ആ ഒരു തക്കാളിയുടെ തോലൊക്കെ ഒലിച്ചെടുക്കാനായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞിട്ട് അതുകൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മളുടെ ഒരു മസാല. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ആ ഒരു മിക്സിയുടെ ആ ഒരു മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും വേപ്പിലയുടെ ഒക്കെ. അപ്പോൾ അത് ഞാനൊരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കറി ചാറ് എത്ര വേണം എന്നനുസരിച്ചായിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചൊരു കറി വേണമെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട. അതല്ല നമ്മൾക്ക് നല്ലൊരു കുറുകിയ ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇതുണ്ടാക്കി എടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾക്ക് ഒറ്റ വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒരു മസാലക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിസിൽ ഞാൻ അടിച്ചത്. അപ്പോൾ അതിന് ശേഷം നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മുളക് കറിയിലൊക്കെ നമ്മൾ സാധാ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരാണ്. അപ്പോൾ ഇത് പിന്നെ സെപ്പറേറ്റ് നമ്മൾ ഒഴിക്കേണ്ട. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നിട്ട് നമ്മളുടെ ഈ ഒരു ഉള്ളി മൂപ്പിച്ചത് നമ്മൾക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിധം നിങ്ങൾ കറി വെക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ച് നോക്കേണ്ട ഒരു കറി തന്നെയാണ് ഇത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല അടിപൊളിയാണ്. നല്ല സ്മെല്ലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. എനിക്കിത് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഒരിക്കലും നമ്മളുടെ വായിൽ നിന്ന് ആ ഒരു രുചി മാറില്ല. നമുക്ക് സാധാ മത്തിക്കറിയൊക്കെ കഴിക്കുമ്പോൾ അത്ര വലിയ നമുക്ക് ഇഷ്ടമില്ല ചിലർക്കൊന്നും. എനിക്ക് പൊതുവേ ഇഷ്ടമില്ല മത്തിക്കറിയൊന്നും. പക്ഷേ ഇതെനിക്ക് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു മത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ അത് മൂടി വെച്ച് ഒറ്റ വിസിലടിച്ചാൽ മതി. ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ആ എയർ കളയൊന്നും വേണ്ട, അതിലിരുന്നിട്ട് തന്നെ അതൊന്ന് സെറ്റായി വരാനുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു കറി തുറന്ന് നോക്കുമ്പോൾ എത്ര വിശക്കാത്തവർക്ക് പോലും വിശപ്പ് വരും, ചോറ് കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ല മണവും അതേപോലെ നല്ല രുചിയുമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ മലയാളികൾക്കൊക്കെ നിർബന്ധമായിട്ടും മൺകലത്തിൽ കറി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കറി വെച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത്രക്കും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക, നല്ല അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.